ബാലാവകാശ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ നടത്തിയ സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു സിറ്റിംഗ്. ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ, അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഗോൾഡ് കിങ് ഉണ്ട്. ഗോൾഡ് കിങ്, ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ.വി. മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന സിറ്റിംഗിൽ 20 പരാതികൾ തീർപ്പാക്കി. കമ്മീഷൻ മെമ്പർ കെ.ബി. മോഹൻകുമാറും ഹിയറിംഗ് നടത്തി. കമ്മീഷൻ പരിഗണിച്ച 30 പരാതികളിൽ 20 എണ്ണമാണ് സിറ്റിംഗിൽ തീർപ്പാക്കിയത്. ബാക്കിയുള്ള 10 കേസുകൾ കമ്മീഷന്റെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും നൽകുന്നതിനായി മാറ്റിവെച്ചു. ചെമ്പരിക്ക GLP സ്കൂളിലെ ചുറ്റുമതിൽ നിർമ്മാണം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചു നൽകാൻ കമ്മീഷൻ ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചു. അതിർക്കുഴി GLP സ്കൂളിന്റെ സ്ഥലം മറ്റൊരു വ്യക്തിക്ക് പതിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട പരാതിയിൽ സ്ഥലം അളന്നുതിരിച്ച് സ്കൂളിന് അർഹതപ്പെട്ട സ്ഥലം തിരികെ നൽകിയതായി കാസർഗോഡ് തഹസിൽദാർ റിപ്പോർട്ട് നൽകി. സിറ്റിംഗിൽ റവന്യൂ, പോലീസ്, ആരോഗ്യം, ശിശുസംരക്ഷണം എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. 30 കേസുകളാണ് ഇന്ന് കമ്മീഷൻ പരിഗണിച്ചത്. അതിൽ 20 കേസുകൾ തീർപ്പായിട്ടുണ്ട്. ബാക്കി കേസുകൾ 10 നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ കമ്മീഷൻ്റെ ഉത്തരവുകൾ നൽകുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ചെമ്പരിക്ക GLP സ്കൂളിലെ കുട്ടികളുടെ ഗ്രൗണ്ട് ചുറ്റുമതിൽ കിട്ടുന്നതുമായി ബന്ധപ്പെട്ടത് അത് അടിയന്തരമായി നിർവഹിക്കുന്നതിന് വേണ്ടി അതിൽ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. ആ ഉത്തരവ് അടിയന്തരമായി പാലിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പഞ്ചായത്ത് സെക്രട്ടറിക്ക് ചെമ്മനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.